അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈദ പൂരിയാണ്. അതായത് ലുച്ചി എന്നൊക്കെ പറയും ബംഗാളിയുടെ രീതിയിൽ. അപ്പം എന്താ പറയുക, ഇതിപ്പോൾ ഹെൽത്തി അല്ല, ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് അല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. പക്ഷേ വീറ്റ് പൂരിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം 2 കപ്പ് മൈദ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര വെള്ളമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് കുഴച്ചെടുക്കാം. എത്ര വെള്ളമാണ് വേണ്ടി വരുന്നതെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ പൂരിയുടെ മാവ് കുഴച്ചിട്ടുണ്ട്. അതായത് തീരെ സോഫ്റ്റും അല്ല തീരെ ഹാർഡും അല്ല എന്നുള്ള രീതിയിലാണ് ലുച്ചിയുടെ മാവ് കുഴക്കേണ്ടത്. പിന്നെന്താണ്, ഞാനിതിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളവും 3 ടേബിൾ സ്പൂൺ വെള്ളവുമാണ്. നമ്മൾ ഗോതമ്പ് പോലെയല്ല, ഗോതമ്പിന് നമുക്ക് ഇതിനേക്കാളും കൂടുതൽ വെള്ളം ആവശ്യം വരും. അപ്പോൾ ഇത് നമുക്കിനി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മറ്റ് നമ്മളുടെ വീറ്റ് പൂരി പോലെ അല്ല, അതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. വീറ്റ് പൂരി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വരെ റെസ്റ്റ് ചെയ്താൽ മതി. ഇതൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. കേട്ടല്ലോ, തീരെ സോഫ്റ്റും അല്ല തീരെ ഹാർഡും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനു മുമ്പേ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മാവ്. അപ്പോൾ നമുക്ക് 2 കപ്പ് മൈദയിൽ നിന്ന് 10 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പൂരികളാണ്. അപ്പം നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് മാവിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് പരത്തി തുടങ്ങാം. നമ്മൾ ഓവറായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട, പതുക്കെ വട്ടത്തിന് പരത്തിയെടുത്താൽ മതി. തീരെ തിന്നാവാനും പാടില്ല, തീരെ തിക്കാവാനും പാടില്ല. അപ്പൊ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അതായത് തീരെ തിന്നും അല്ല തീരെ തിക്കും അല്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പൊ നമുക്ക് പൊരിക്കാൻ തുടങ്ങാം. ജസ്റ്റ് ഒന്ന് എണ്ണ നല്ല ചൂടായിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് ഇങ്ങനെ ബബിൾ ചെയ്ത് വരും. എണ്ണ നല്ല രീതിക്ക് ചൂടായാൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് എങ്ങനെ പൊരിക്കുന്നത് നോക്കാം. ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊള്ളി വരും. മറിച്ചിടാം. അപ്പം നമുക്കെല്ലാം ഇതുപോലെ പൊരിച്ച് പോരാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈദ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.